അതുപോലെ രക്ഷിതാക്കളും അധ്യാപകരും ഒരുപോലെ ആശങ്കപ്പെടുന്ന ഒരു ഏരിയയാണ് കുട്ടികളിലുള്ള ഒരു ആങ്സൈറ്റി. എസ്പെഷ്യലി ഈ അഡോളസൻ്റ് ഏജസിലുള്ള ആങ്സൈറ്റി, അഡോളസൻ്റ് ഏജസിലുള്ള ഡിപ്രഷൻ, വിഷാദം. ആഹ്, ഇതെല്ലാം എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? അഥവാ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ടാണ് ഈ പ്രായത്തിൽ ഇത് കൂടുതൽ വരുന്നത്? അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ്? ഇത് പല രക്ഷിതാക്കളും വളരെയധികം ഉത്കണ്ഠയോട് കൂടിയിട്ട് നമ്മളോട് സംസാരിക്കാറുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ചും ഇവർ വിചാരിക്കുന്നത് പരീക്ഷാ കാലഘട്ടത്തിൽ മാത്രമാണ് കുട്ടിക്ക് ആങ്സൈറ്റിയും ഡിപ്രഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. വളരെ അപൂർവമായിട്ട് ചില രക്ഷിതാക്കൾ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഇവർക്ക് എന്താണ് ഇതിന് മാത്രം ആശങ്കപ്പെടാനുള്ളത്? ഇവർക്ക് എന്താണ് ഇതിന് മാത്രം വിഷാദപ്പെടാനായിട്ടുള്ളത്? ശരിക്കും കുട്ടികൾക്ക് ആശങ്കപ്പെടാൻ കാരണങ്ങളില്ലേ? വിഷാദപ്പെടാൻ കാരണങ്ങളില്ലേ? ഡോക്ടറുടെ ഒരു അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. കഴിഞ്ഞ വർഷം നെറ്റ്ഫ്ലിക്സിൽ അഡോളസൻസ് എന്ന പേരിലൊരു സീരീസ് സംപ്രേഷണം ചെയ്തതിനെ തുടർന്ന് പല മാതാപിതാക്കളും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെ തുടർന്നാണ്. പക്ഷേ അതിനകത്ത് കണ്ടൻ്റായിട്ടുള്ള പല കാര്യങ്ങളും നേരത്തെ തന്നെ സമൂഹത്തിലുള്ളതും കുട്ടികളുടെ ഒരു വിഭാഗമെങ്കിലും എക്സ്പോസ്ഡ് ആയിട്ടുള്ളതുമാണ്. അപ്പോൾ ഇൻസെൽ കൾച്ചർ എന്ന് പറഞ്ഞൊരു സംഗതിയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഇൻവോളണ്ടറി സെലിബേറ്റ് കൾച്ചർ എന്നുള്ളതാണ്. അതായത് സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ സമൂഹം സ്ത്രീകൾക്ക് 100% അനുകൂലമാണ്, പുരുഷന്മാർ വിക്റ്റിമുകളാണ്, അതുകൊണ്ട് സ്ത്രീകളെ അകറ്റി നിർത്തുക എന്ന് പറയുന്നൊരു ഫിലോസഫി. അപ്പം മാനോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സംഗതികളും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില വ്യക്തികളുടെ ആശയങ്ങളും അതിലോട്ട് ഹുക്ഡായി പോകുന്ന കുട്ടികളുടെയും അതെങ്ങനെയാണ് പലപ്പോഴും ഒരു ദുരന്തത്തിൽ അവസാനിക്കുന്നതെന്നൊക്കെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഗതിയാണ്. സീരീസ് ശരിക്കും കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് എത്രയോ കാലങ്ങൾക്ക് മുൻപ്, ഒരു നൂറ്റാണ്ടിന് മുൻപ് നമ്മുടെ ഖലീൽ ജിബ്രാൻ ദ പ്രോഫറ്റ് എന്ന് പറയുന്ന കവിതയിൽ എഴുതിയതുപോലെ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ തൊടുത്തുവിടുന്ന അസ്ത്രങ്ങൾ മാത്രമാണ്. അവരുടെ ഉടമസ്ഥാവകാശം നിങ്ങൾക്കില്ല, അവരുടെ മനസ്സിൻ്റെ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് തെല്ലുമില്ല. അവരുടെ മനസ്സ് ഏതൊക്കെ മേഖലകളിലാണ് വ്യാപരിക്കുന്നത് നിങ്ങളുടെ വന്യമായ സങ്കല്പങ്ങളിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇതാണ് ഇങ്ങനെയൊക്കെ എഴുതുന്ന വ്യക്തികളെയാണ് വിഷണറീസ് എന്ന് നമ്മൾ പറയുന്നത്. കാരണം അത്രയും എന്താണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് എത്രയോ കാലത്തിന് മുമ്പേ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം അത് എഴുതിയത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ ഇന്നത്തെ ഈ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നു, എന്തൊക്കെ മനസ്സിലാക്കുന്നു, ഏതൊക്കെ മേഖലകളിൽ വ്യാപൃതരാകുന്നു എന്ന് ഭൂരിപക്ഷം മാതാപിതാക്കളും അജ്ഞരാണ്. ആ ഒരു അജ്ഞതയുടെ മറ്റൊരു പ്രതിഫലനമാണ് ഇവർക്ക് ഈ പ്രായത്തിൽ ഇത്രയ്ക്ക് വിഷാദപ്പെടാൻ എന്താണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഉത്കണ്ഠപ്പെടാൻ എന്താണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ചോദിക്കുന്ന രക്ഷിതാവ് ഇതിനോടകം കടന്നു പോയതിനേക്കാൾ എത്രയോ കൂടുതലായിട്ടുള്ള അവസ്ഥകളിലൂടെ അല്ലെങ്കിൽ വിവരങ്ങളിലൂടെ ഈ കുട്ടി ഈ ഡിജിറ്റൽ ലോകത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അതവനെ സ്വാധീനിക്കുന്നുണ്ട്. അതവൻ ആരോടും തുറന്ന് ചർച്ച ചെയ്യാത്തത് മൂലം അത് എന്തൊക്കെ തരത്തിൽ അനാരോഗ്യകരമാണ്, എന്തൊക്കെ തരത്തിൽ അത് വാസ്തവവിരുദ്ധമാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു. ഇത് തന്നെ ഒരു വലിയ ഒരു ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനുമൊക്കെ കാരണമാകുന്നൊരു സംഗതിയാണ്. ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞൊരു തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ കണക്റ്റ്, വ്യക്തിബന്ധങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു. കളിക്കാൻ പോവുക, ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇറങ്ങുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ തരത്തിൽ കളിച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ച് വന്ന് കയറും. പഠിക്കണമെങ്കിൽ പഠിക്കാം, പരീക്ഷ എഴുതണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഈ ട്യൂഷൻ അത്തരം സംസ്കാരങ്ങളൊന്നും അത്ര ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ താരതമ്യേന കുറവായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു സമയം സ്വതന്ത്രമായിട്ട് പോകാൻ വേണ്ടിയിട്ട് അത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു സംഗതിയായിരുന്നു. ഇപ്പോൾ രാവിലെ സ്കൂളിൽ വിഷമിച്ചാണ് പോകുന്നതെങ്കിൽ വൈകിട്ട് കളിക്കാമല്ലോ എന്ന് പറഞ്ഞൊരു സംഗതിയാണ് കുട്ടികളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വീടെത്തിക്കാനായിട്ടുള്ളൊരു സന്തോഷം അതെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടികളുടെ സമയം പലപ്പോഴും കൂടുതൽ സമയം ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുന്ന സംവിധാനങ്ങളിൽ തളയ്ക്കപ്പെടുകയാണ്. സ്കൂളിൽ തന്നെ കുറേ നേരം ഇരിക്കുന്നു, പിന്നെ ട്യൂഷൻ, പിന്നെ പ്രത്യേക തരത്തിലുള്ള പരിശീലനങ്ങൾ. ഇങ്ങനെ ഈ ഓടിക്കളിക്കേണ്ട പ്രായത്തിൽ കുട്ടികളിങ്ങനെ അടങ്ങി ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ തന്നെ ഒരു വലിയൊരു സമ്മർദ്ദത്തിന് കാരണമാവുകയാണ്. ഇങ്ങനെ കൂടുതൽ സമയം ഇങ്ങനത്തെ പരിശീലനങ്ങളിലും ട്യൂഷനുകളിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് മനുഷ്യബന്ധത്തിനുള്ള അവസരങ്ങൾ കുറയുകയാണ്. ഇപ്പോൾ ഈ കളിക്കാൻ പോകുന്ന സമയത്തായിരിക്കാം ഈ കൂട്ടുകാരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതും, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വന്നിട്ടില്ലാത്ത ചില അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വരും, ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്നു. കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടും,
അവിടെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ അവരെ സഹായിക്കാൻ ശ്രമിക്കും, അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാകാൻ ശ്രമിക്കും. ഇതാണൊരു മനുഷ്യൻ്റെ വൈകാരിക വളർച്ച, ഒരു സാമൂഹ്യ വളർച്ചയുടെ അടിസ്ഥാനം. ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കട്ട് ഓഫായി പോകുന്നത് തന്നെ ഈ തീവ്രമായ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നൊരു സംഭവമാണ്. സ്വാഭാവികമായും പിന്നെ വീട്ടിൽ വളരെ വൈകി വന്നതിന് ശേഷം പിന്നെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഏക മാർഗം ഡിജിറ്റൽ ഡിവൈസസാണ്. ആ ഡിജിറ്റൽ ഡിവൈസസിലേക്ക് സമയം ചെലവഴിക്കുമ്പോൾ രാത്രി ഉറങ്ങാൻ വൈകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ 4 പ്രശ്നങ്ങളും, ഈ ഡിജിറ്റൽ അഡിക്ഷൻ്റെ 4 പ്രശ്നങ്ങളും പ്രത്യക്ഷപ്പെടുകയാണ്. ഇതൊക്കെ തന്നെയാണ് സ്വാഭാവികമായും കുറച്ച് കഴിയുമ്പം ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും നയിക്കുന്നത്. ഇപ്പോൾ ഡിപ്രഷൻ ഒരു കുട്ടിക്ക് ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് 9 ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് നമുക്കെടുക്കാം. ഒന്നാമത്തെ ലക്ഷണം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായൊരു സങ്കടഭാവമാണ്. ഒരു പ്രസന്നതയുമില്ല, ഒന്നും അവന് സന്തോഷം പകരുന്നില്ല. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം, പൊട്ടിത്തെറി, അങ്ങനത്തെ സംഗതികളായിരിക്കും. ശബ്ദം കേൾക്കുമ്പോൾ അസഹിഷ്ണുത, കതവ് വലിച്ചടയ്ക്കുമ്പോൾ അസ്വസ്ഥത, അത്തരം ലക്ഷണങ്ങളായിരിക്കാം. കുറച്ചുകൂടെ കൗമാരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ സങ്കടം പ്രകടമായിട്ട് വരാനും സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. കൂട്ടുകാരോട് സംസാരിക്കാൻ താല്പര്യമില്ല, കളിക്കാൻ താല്പര്യമില്ല, ഇപ്പോൾ മൊബൈൽ ഫോൺ പോലും എടുക്കാൻ താല്പര്യം തോന്നുന്നില്ല. വിഷാദത്തിൻ്റെ സൂചനയാകാം. നല്ല സ്വഭാവമായി മാറുകയാണെന്ന് വീട്ടുകാർ ചിന്തിക്കും, ആകണമെന്നില്ല. മൂന്നാമത്തേത്, അകാരണമായ ക്ഷീണമാണ്, എപ്പോഴും കിടക്കുകയാണ്, അവശത. ശാരീരികമായിട്ട് ഒരു അധ്വാനവും ചെയ്തിട്ടില്ല, പക്ഷേ അങ്ങ് കിടക്കാൻ തോന്നുകയാണ്, ഒന്നും ചെയ്യാനുള്ളൊരു മോട്ടിവേഷനില്ല. നാലാമത്തെ, ഉറക്കക്കുറവാണ്. കിടന്നാൽ ഉറക്കം വരുന്നു, പക്ഷേ വളരെ നേരത്തെ ഉണരുന്നു. സാധാരണ ഉണരുന്നതിനേക്കാൾ 2 മണിക്കൂറെങ്കിലും നേരത്തെ ഉണരുന്നു, പിന്നെ ഉറക്കം പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. വിശപ്പ് കുറയുന്നതാണ് അഞ്ചാമത്തേത്. വളരെ പ്രിയപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ പോലും കണ്ടാൽ കഴിക്കാൻ തോന്നുന്നില്ല. ഏകാഗ്രത കുറയുന്നതാണ് അടുത്തത്. പഠിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ മനസ്സിങ്ങനെ പല ദിശകളിലേക്ക് പതറിപ്പോയി ഫോക്കസ് നഷ്ടപ്പെടുന്നു. അടുത്തത്, ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗതയിലെ ഒരു വ്യത്യാസമാണ്. ചില കുട്ടികൾക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ ഒരുപാട് സമയമെടുക്കും. അവരുടെ ഓർമ്മയിൽ അതങ്ങോട്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക വാക്ക് ഓർമ്മയിലേക്ക് അതായത് വരുന്നില്ല. മുൻപ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇല്ല, അത് ഇപ്പോൾ പ്രകടമായിട്ട് പ്രശ്നം കാണുന്നു. വരുന്നു, ഇപ്പോൾ പ്രശ്നം വരുന്നു. അതായത് ഒരു പ്രവൃത്തി ചെയ്യാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നു അത് എക്സിക്യൂട്ട് ചെയ്യാൻ. മറ്റു ചില കുട്ടികൾക്കാകട്ടെ ഈ ചിന്തകൾ ഇങ്ങനെ റേസിങ് തോട്ട്സ് പോലെ, ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കടലിലെ തിരമാലകൾ പോലെ വന്നുകൊണ്ടിരിക്കുന്നതിൽ ഒരു ചിന്തയിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അസ്വസ്ഥമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു സ്ഥലത്തിരിക്കാൻ സമാധാനം തോന്നുന്നില്ല. വിഷാദം കുറച്ചുകൂടെ തീവ്രമായി വരുമ്പോൾ വിഷാദ ചിന്തകൾ, ഡിപ്രസീവ് തോട്ട്സ്, ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഇങ്ങനെ ജീവിച്ചിട്ട് ഒരു നല്ലതും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ വരുന്നു. എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല, എന്നെ ആരും സഹായിക്കാനില്ല, എനിക്കാരുമില്ല എന്നൊരു തോന്നൽ, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ. അകാരണമായ കുറ്റബോധം. ഇപ്പോൾ കൗമാര സഹജമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങളും, അത്തരം പല കാര്യങ്ങളും വലിയ പാപകർമ്മങ്ങളാണ്, അതിന് ദൈവം എന്നെ ശിക്ഷിക്കുകയാണ്, ഇത്തരത്തിലുള്ള ചില ചിന്തകൾ മനസ്സിലേക്ക് വന്ന് വല്ലാതെ ഒരു അലട്ടലുണ്ടാക്കുന്നു. ഇതെല്ലാം വളരെ തീവ്രമായി കഴിയുമ്പോഴാണ് താനൊരു ഉപയോഗശൂന്യനാണ്, എൻ്റെ ബന്ധുക്കൾക്ക്, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഞാനൊരു ബാധ്യതയാണെന്നൊരു തോന്നൽ വരുന്നു. ആ ഒരു തോന്നലിൽ നിന്നാണ് 9ാമത്തെ ലക്ഷണം, മരിക്കണമെന്നുള്ള ചിന്തയും ആത്മഹത്യാ പ്രവണതയും. ഇപ്പം ഡിപ്രഷൻ 2 രീതിയിൽ വരാം. ഒന്ന്, പ്രതികരണാത്മക വിഷാദം അല്ലെങ്കിൽ റിയാക്റ്റീവ് ഡിപ്രഷൻ എന്ന് പറയും. ജീവിതത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായി, ഒരു വേദനാജനകമായ അനുഭവം ഉണ്ടായി, അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട്, അതിൻ്റെ ഒരു പരിണതഫലമായിട്ട് വരുന്ന വിഷാദം. അതൊരു പക്ഷേ പരീക്ഷയിലെ മാർക്ക് കുറയുന്നതാകാം, ഒരു സൗഹൃദം മുറിഞ്ഞു പോയതാകാം, ഒരു പ്രണയം തോന്നിയത് അത് സഫലമാകാതെ വന്നതാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കുട്ടികൾക്ക് ഡിപ്രഷൻ വരാം. 2, എൻഡോജീനസ് ഡിപ്രഷൻ അല്ലെങ്കിൽ ആന്തരിക വിഷാദം എന്ന് പറയും. ബാഹ്യമായി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തലച്ചോറിലുള്ള നമ്മുടെ വൈകാരിക നിയന്ത്രണത്തിന് കാരണമാവുന്ന രാസവസ്തുക്കളുടെ അളവ് കുറയുന്നത് മൂലം, ഇപ്പോൾ സെറട്ടോണിനും നോറെപ്പിനെഫ്രിനും ഒക്കെ കുറയുന്നത് മൂലം വരുന്ന വിഷാദം. അപ്പോൾ ഈ ആന്തരിക വിഷാദം കൂടുതലായിട്ട് വരുന്നത് ജനിതകമായി പാരമ്പര്യമായിട്ട് തന്നെ വിഷാദം അല്ലെങ്കിൽ വൈകാരിക രോഗങ്ങളുള്ള വ്യക്തികളിലാണ് ഇത് വരാൻ സാധ്യത താരതമ്യേന കൂടുതൽ. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആർത്തവപൂർവ്വ വിഷാദമുണ്ടല്ലോ, പ്രീമെൻസ്ട്രുവൽ ഡിസ്ഫോറിയ, അതൊക്കെ കൃത്യസമയത്ത് അത് ചികിത്സിച്ചില്ലെങ്കിൽ പലപ്പോഴും അവർക്കും കുറച്ച് കഴിയുമ്പോൾ വിഷാദ രോഗം, ഒരു ഡിപ്രസീവ് ഡിസോർഡറിലേക്ക് തന്നെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ ഒരു സ്വാഭാവിക അവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ ഭയവും ഉത്കണ്ഠയും രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ വഴി കൂടെ നടക്കുമ്പോൾ കുറേ പട്ടികൾ നമ്മളെ നോക്കി കുരച്ചാൽ നമുക്ക് ഭയമാണ് തോന്നുന്നത്, കാരണം പട്ടി നമ്മളെ കടിച്ചാൽ പ്രശ്നമാണ്. ഒരു പാമ്പിനെ കാണുമ്പോൾ ഭയം തോന്നും, പാമ്പ് നമ്മളെ കൊത്തിക്കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകാം എന്നുള്ളതുകൊണ്ട്. ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് അവിടെ. അപ്പോൾ ഒരു നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന, നമ്മളുമായി സംഘട്ടനത്തിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഗതിയോട് തോന്നുന്ന അസ്വസ്ഥതയാണ് ഫിയർ, ഭയം.
എന്നാൽ ആങ്സൈറ്റി, ഉത്കണ്ഠ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉടലെടുക്കുന്ന, പലപ്പോഴും വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത, നമ്മളുമായി സംഘട്ടനത്തിൽ ഏർപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സംഗതിയോട് തോന്നുന്ന അസ്വസ്ഥതയാണ്. ഉദാഹരണത്തിന് പരീക്ഷ എന്ന് പറയുന്നത് നമ്മളെ സംഘടനത്തിൽ ഏർപ്പെടാൻ നമ്മളെ കൊല്ലുന്ന സാധനമൊന്നുമല്ല. പരീക്ഷ ജയിച്ചാലേ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റൂ, ചില പരീക്ഷകൾ ജയിച്ചാലേ ജോലി കിട്ടൂ. ജീവിതത്തിൽ പ്രോഗ്രസ്സിന് ആവശ്യമായ ഒരു സംവിധാനമായിട്ടാണ് പരീക്ഷ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. പക്ഷേ അത് നമ്മൾ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിക്ക് പോലും ചിലപ്പോൾ ഔട്ട് ഓഫ് സിലബസ് എന്തെങ്കിലും ചോദിക്കുമോ, പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മ വരുമോ, ഇങ്ങനെയൊക്കെയുള്ള പല വ്യാകുലതകൾ സമയത്തിന് എഴുതി തീർക്കാൻ പറ്റുമോ, അങ്ങനത്തെ. അപ്പോൾ ഉത്കണ്ഠ ഒരു പരിധിവരെ നല്ലതാണ്. കാരണം നാളെ പരീക്ഷയുണ്ടെങ്കിൽ ഇന്ന് വല്ലതും ഇരുന്ന് പഠിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ ഉത്കണ്ഠയാണ്. പക്ഷേ ഉത്കണ്ഠ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോയി നമുക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതാണ് ആങ്സൈറ്റി ഡിസോർഡർ, ഉത്കണ്ഠ രോഗം എന്ന് പറയും. പല രൂപത്തിലുള്ള ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ പാനിക് ഡിസോർഡർ, ഇപ്പോൾ കുട്ടികളൊക്കെ പാനിക് അറ്റാക്ക് ഉണ്ടായി എന്നൊക്കെ പറയാറുണ്ട്. മാതാപിതാക്കൾ എന്ത് സാധനമാണ് ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്? അപ്പോൾ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്കിന് സമാനമായ കുറേ ലക്ഷണങ്ങളാണ്. നെഞ്ചിടിപ്പ് കൂടുന്നു, നെഞ്ചത്തൊരു ഭാരം ഇരിക്കുന്നു, നെഞ്ചുവേദന വരുന്നു, ശ്വാസം മുട്ടുന്നു, ശരീരം വിയർത്തൊലിക്കുന്നു, കണ്ണിൽ ഇരുട്ട് കയറുന്നു, ഞാനിപ്പോൾ വീണ്ടും മരിച്ചു പോകുമെന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു വെപ്രാളമാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ സമനില ഇപ്പോൾ തെറ്റിപ്പോവും. 10-15 മിനിറ്റ് നീണ്ടു നിൽക്കും. പക്ഷേ ഏതാണ്ട് ഹൃദയാഘാതത്തിന് സമാനമായിട്ടുള്ള അസ്വസ്ഥത വരും. സ്വാഭാവികമായിട്ടും അത് ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിക്കും, ഹൃദയത്തിൻ്റെ പരിശോധനകളൊക്കെ നടത്തും, മറ്റ് ശാരീരികമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തും, എല്ലാം നോർമൽ. പിന്നെയും ഇത് ആവർത്തിച്ച് വരും. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തലച്ചോറിലെ ഗാമ അമൈനോ ബ്യൂട്ടൈറിക് ആസിഡ്, ഈ രാസവസ്തുവിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഈ പറഞ്ഞ ഉത്കണ്ഠ ലക്ഷണങ്ങൾ വരുന്നത്. ഇപ്പോൾ ഒരു മാസമെങ്കിലും ഈ പാനിക് അറ്റാക്കുകൾ ആവർത്തിച്ച് വരുന്നുവെങ്കിൽ അതിനെ പാനിക് ഡിസോർഡർ എന്ന് പറയാം. അത് തീർച്ചയായിട്ടും ചികിത്സ വേണ്ടുന്ന ഒരു ഉത്കണ്ഠാരോഗം തന്നെയാണ്. അതുപോലെ ഫോബിയ അടുത്തൊരു സംഗതിയാണ്. ഇപ്പോൾ ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകാരണമായ ഒരു സംഗതിയോട് തോന്നുന്നൊരു ഉത്കണ്ഠ. പലതരം ഫോബിയകളുണ്ട്. ഇപ്പോൾ പരീക്ഷയുള്ള ഫോബിയ തന്നെ വ്യാപകമായിട്ടുള്ളതാണ്. സോഷ്യൽ ഫോബിയ, ഒരു സംഘം ആൾക്കാരെ കാണുമ്പോൾ വെപ്രാളം വരുന്നത്, ഒരു പ്രസൻറ്റേഷൻ നടത്തേണ്ട സമയത്ത് വരുന്ന സഭാകമ്പം, ഇതൊക്കെ ഫോബിയകളുടെ ഭാഗമാണ്. അതും ഈ പറഞ്ഞ കൗമാരത്തിൽ ഒരുപാട് വ്യാപകമായിട്ട് പ്രത്യക്ഷപ്പെടുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് തുടക്കത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്താൽ പൂർണ്ണമായി മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. ഈ ഡിപ്രഷനും ആങ്സൈറ്റി ഡിസോർഡേഴ്സും ഒക്കെ പൂർണ്ണമായിട്ട് ചികിത്സയിലൂടെ ഭേദപ്പെടുത്തിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. അത് പക്ഷേ അവഗണിച്ച് കഴിഞ്ഞാൽ അതൊരു ക്രോണിക് ലെവലിലോട്ട്, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അവസ്ഥയിലോട്ട് വരുമ്പോഴാണ് പിന്നീട് അത് ഒരു അനിശ്ചിതകാലം ചികിത്സിക്കേണ്ട ഒരു ബുദ്ധിമുട്ടിലോട്ട് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, 9 ലക്ഷണങ്ങളുണ്ട് ഈ ഡിപ്രഷനിലേക്ക്, അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകുന്ന കുട്ടികളിൽ കാണപ്പെടുന്ന 9 സാധാരണഗതിയിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇത് ശരിക്കും ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നതാണോ, അതോ ഈ 9 ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഡിപ്രഷൻ എന്ന് പറയുന്നത്, അതോ ഇതിൽ 1-2 മാത്രം ഉണ്ടെങ്കിലും ഇതൊരു ഡിപ്രഷനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഈ 9 ലക്ഷണങ്ങളിൽ 5 ലക്ഷണങ്ങളെങ്കിലും 2 ആഴ്ച തുടർച്ചയായി നീണ്ടു നിന്നാലാണ് അതിനെ ഡിപ്രസീവ് ഡിസോർഡർ, വിഷാദ രോഗം എന്ന് പറയുന്നത്. ഇത് പല രീതിയിൽ വരാം. ഇപ്പോൾ ഏത് ക്രമത്തിൽ വേണമെങ്കിൽ, ചിലർക്കിപ്പം ഉറക്കം കുറഞ്ഞായിരിക്കും തുടങ്ങുന്നത്. അവർക്ക് വിഷമമൊന്നും ആദ്യ ദിവസങ്ങളിൽ പ്രകടമാകില്ല. കാരണം അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, സ്കൂളിൽ പോകണം, ട്യൂഷനുണ്ട്, പരീക്ഷയുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം പതിയെ ആ ഒരു സങ്കടം കടന്നു വരുന്നത്. 1-2 ദിവസം കൊണ്ട് കഴിയുമ്പോൾ ആൾക്കാരോട് സംസാരിക്കാതെയാകുന്നു, ഭക്ഷണം കഴിക്കാൻ താല്പര്യം കുറയുന്നു. ചിലർക്കാണെങ്കിൽ ആദ്യം തന്നെ ഈ സങ്കടമായിരിക്കാം. അപ്പം തീവ്രമായ സങ്കടം തോന്നുന്നു, ഒരു ദിവസം അങ്ങ് വല്ലാതെ മനപ്രയാസം വരുന്നു, എന്നിട്ട് അന്ന് രാത്രി ഉറങ്ങുന്നില്ല, പിറ്റേന്നാവുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. അപ്പം ഇങ്ങനെ പല ഓർഡറിലും പല സീക്വൻസിലും വരാം. ഇതിൽ 1-2 ലക്ഷണങ്ങൾ ഉണ്ടായാൽ അതിനെ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് കരുതേണ്ടതില്ല. അതിൽ 5 എണ്ണമെങ്കിലും, ഈ 9 എണ്ണത്തിൽ 5 എണ്ണമെങ്കിലും 2 ആഴ്ച നീണ്ടു നിന്നാൽ അതിനെ ചികിത്സ ആവശ്യമുള്ള വിഷാദരോഗമായിട്ട് തന്നെ കരുതാം. പക്ഷേ ഇതിൽ ആത്മഹത്യാ പ്രവണത എന്ന് പറഞ്ഞ ഒരു ലക്ഷണം പരമപ്രധാനമാണ്. അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് ഈ കൗമാരപ്രായക്കാരിൽ അടക്കം ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആത്മഹത്യയുടെ ലോകവ്യാപകമായി കാണപ്പെടുന്ന ഏറ്റവും സാധാരണവും ഏറ്റവും അനായാസം തടയാൻ പറ്റുന്നതുമായിട്ടുള്ള കാരണമാണ് വിഷാദരോഗം. ചികിത്സിക്കപ്പെടാത്ത വിഷാദരോഗം ആത്മഹത്യകളിൽ ചെന്ന് അവസാനിക്കാം. എന്നാൽ വിഷാദം ചികിത്സിച്ചാൽ വിഷാദം ഭേദപ്പെടുക മാത്രമല്ല, ആത്മഹത്യകളെ തടയാനും പറ്റും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 13,000-ലധികം വിദ്യാർത്ഥികളാണ് ഒരൊറ്റ വർഷം കൊണ്ട് ഇന്ത്യയിൽ മൊത്തം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് ഈ മാനവ വിഭവശേഷിയാണ്.
അപ്പോൾ ഈ പറയുന്ന വിദ്യാർത്ഥികൾ ആരും തന്നെ ഒരിക്കലും പരിഹരിക്കാനാകാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരാണ് എന്ന് കരുതാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ഒരു ക്യാൻസർ ബാധിച്ചൊരു വയോധികൻ ഒറ്റയ്ക്ക് കഴിയുന്ന ആൾ, ക്യാൻസർ ഭേദപ്പെടാത്ത അവസ്ഥയാണ്, തീവ്രമായ വേദനയിലൂടെ അയാൾ പോവുകയാണ്. അയാൾ സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചാൽ അതൊരു അണ്ടർസ്റ്റാൻഡബിൾ ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്ന് പറയും. അത് നമുക്കതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യാനുഭവമാണ്. പക്ഷേ ഈ പറയുന്ന വിദ്യാർത്ഥികളാരും അത്തരത്തിലുള്ള ഒരു പരിഹാരവും ഇല്ലാത്ത വിധം തീവ്രമായ വിഷയങ്ങളുള്ള ആളുകളാകാൻ സാധ്യതയില്ല. അവരിൽ ഭൂരിപക്ഷം പേരും ഒരുപക്ഷെ വിഷാദമോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും മാനസിക സമ്മർദ്ദമോ അങ്ങനെയൊക്കെ വന്ന് അതിനെ തുടർന്ന് ആത്മഹത്യയിലേക്ക് പോയവരായിരിക്കാം. അപ്പോൾ ഇതൊക്കെ പ്രിവെൻറ്റബിൾ സൂയിസൈഡ്സ് ആയിരുന്നു ഇത്രയും എണ്ണം. കാരണം ഇത് ഒരുപക്ഷെ ഇത് പ്രിവെൻറ്റ് ചെയ്തിരുന്നുവെങ്കിൽ, കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവരൊക്കെ തന്നെ നാളെ ലോകത്തിൽ പല ഭൂഖണ്ഡങ്ങളിലായിട്ട് ഇന്ത്യയുടെ യശസ് ഉയർത്തിക്കൊണ്ട് ജീവിക്കേണ്ട വ്യക്തികളാണ്. അപ്പോൾ കേരളത്തിലെ ആത്മഹത്യാ നിരക്കും അത്ര നല്ല ഒരു കണക്കല്ല. ഇപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 1,00,000 ജനസംഖ്യയ്ക്ക് 30.6 കേരളത്തിലെ സൂയിസൈഡ് റേറ്റ്. അത് ഇന്ത്യയിലെ ഏറ്റവും ആത്മഹത്യ കൂടിയ സംസ്ഥാനങ്ങളിൽ 3-ാം സ്ഥാനമാണ് കേരളത്തിന്. ഇതിൻ്റെ കൂടുതലായിട്ടുള്ളൊരു കാലഘട്ടം ഒരു 10-15 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. ഒരു 1,00,000 ജനസംഖ്യയ്ക്ക് 32 വരെ കേരളം എത്തി. വർഷങ്ങളോളം ഇന്ത്യയിൽ ഏറ്റവും സൂയിസൈഡുള്ള സ്റ്റേറ്റ് ആയിരുന്നു കേരളം ഒരു കാലഘട്ടം. പക്ഷെ പിന്നീട് ഒരു പതിറ്റാണ്ട് മുൻപ് വ്യാപകമായ ബോധവൽക്കരണ പരിപാടികൾ പല ഭാഗങ്ങളിൽ നിന്നും, അത് മാനസികാരോഗ്യ വിദഗ്ധർ മുൻകൈയെടുത്ത് ചെയ്തിട്ടുണ്ട്, സാമൂഹ്യ പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്, മാധ്യമങ്ങൾ അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അധ്യാപകർ അടക്കമുള്ള ഈ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളും അതിൻ്റെ ഒരു സീരിയസ്നെസ് തിരിച്ചറിഞ്ഞു. അതിനെ തുടർന്ന് എല്ലാ തരത്തിലും മാധ്യമങ്ങളിലൂടെയും, ദൃശ്യ ശ്രവ്യ അച്ചടി മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ പബ്ലിക് ടോക്കുകൾ വഴിയും അധ്യാപകർക്കുള്ള പരിശീലനത്തിൻ്റെ രൂപത്തിലും കുട്ടികൾക്കുള്ള പരിശീലനത്തിൻ്റെ രൂപത്തിലും ഒക്കെ ഒരുപാട് ഇടപെടലുകൾ കഴിഞ്ഞൊരു പതിറ്റാണ്ടിൽ നടന്നു. അതിൻ്റെ ഫലമായിട്ട് ആത്മഹത്യാ നിരക്ക് ഗണ്യമായിട്ട് കുറയുന്നൊരവസ്ഥ വന്നു. 2017 ആ കാലഘട്ടമൊക്കെ ആയപ്പോൾ 1,00,000 ജനസംഖ്യയ്ക്ക് 21 എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തി. അപ്പം 10,000-ന് മുകളിലായിരുന്ന ആത്മഹത്യകൾ ഏതാണ്ട് 6,000-ആയിട്ട് കുറഞ്ഞൊരു വർഷം. വലിയ മാറ്റമായിരുന്നു അത്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന 5 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്ന് കേരളം പുറത്തുപോയി. പക്ഷേ പിന്നീട് കോവിഡ് വന്നു. കോവിഡുമായി ബന്ധപ്പെട്ട് ലോകവ്യാപകമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. കോവിഡ് കഴിഞ്ഞ് ലോകാരോഗ്യ സംഘടന തന്നെ കണക്കുകൾ പുറത്തു വിട്ടിരുന്നു. വിഷാദരോഗം, ഉത്കണ്ഠാരോഗങ്ങൾ എന്നിവയുടെ തോതിൽ 25% കണ്ട് വർധനവ് ലോകവ്യാപകമായിട്ട് എല്ലായിടത്തും വന്നു. അപ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇവിടെയും ഉണ്ടായി. അപ്പോൾ നമ്മുടെ ഒരു സമൂഹം, നേരത്തെ ചില എപ്പിസോഡുകൾ നമ്മൾ സൂചിപ്പിച്ച പോലെ, ഒരു തീവ്ര മത്സരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു മനോനില പുലർത്തുന്നൊരു സമൂഹമായതുകൊണ്ട് അത് കൂടുതൽ നമ്മളെ ബാധിച്ചു എന്ന് കരുതാം. വീണ്ടും അത് കൂടിക്കൂടി വരുന്നൊരു അവസ്ഥയിലാണ്. അപ്പോൾ ഇനി വീണ്ടും ഒരു പതിറ്റാണ്ട് മുൻപ് നടന്ന ഒരു ഇടപെടൽ പോലത്തെ വളരെ തീവ്രമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ സമയമായിരിക്കുന്നു. 10,972 വ്യക്തികളാണ് ഒരു വർഷം കേരളത്തിൽ ആത്മഹത്യ ചെയ്തത്. അതിൻ്റെ 15 മടങ്ങ്, 1.5 ലക്ഷത്തിലധികം ആത്മഹത്യാ ശ്രമങ്ങൾ ഒരു വർഷം കേരളത്തിലുണ്ടായിരിക്കുന്നു. ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു സംഗതിയായിട്ട് എടുത്ത് നമ്മൾ ഇടപെടണം. അതിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ പറഞ്ഞ വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ സംഗതികൾ നേരത്തെ തിരിച്ചറിയുകയും കൃത്യമായിട്ട് ചികിത്സിക്കുകയും ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് ഒരുപാട് ആത്മഹത്യകൾ കുറയ്ക്കാൻ പറ്റും. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടികൾ ഈ മാനോസ്ഫിയറിനെ കുറിച്ചും ഇൻസെൽ കൾച്ചറിനെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ള പല മാതാപിതാക്കൾ ഈ വാക്കുകളൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. മനസ്സിലാവില്ല. അധ്യാപകർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പം ഇങ്ങനെയുള്ള പല 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 പ്രതലങ്ങളാണ് നമ്മുടെ സൈബർ സ്പേസ് കുട്ടികൾക്ക് മുൻപിൽ തുറന്നിടുന്നത്. അപ്പം ഇതിൽ ഒരു ഗുണദോഷ യുക്തി വിചാരം പുലർത്തി അതിൽ വേണ്ടുന്ന കാര്യങ്ങളെ മാത്രം അകത്തോട്ടെടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളെ ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കുട്ടികൾക്ക് കഴിയാത്തിടത്തോളം അത് അവരെ ദോഷകരമായിട്ട് സ്വാധീനിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. ഇതിൽ തന്നെ ഇത് രണ്ടും ഒരേ ക്വസ്റ്റ്യനിൽ വന്നതുകൊണ്ടാണ് 2 ഉപചോദ്യങ്ങളുള്ളത്. ആദ്യത്തെ ഉപചോദ്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ചെറിയ ലക്ഷണങ്ങൾ, വളരെ തീവ്രമല്ലാത്ത രീതിയിലുള്ള ചെറിയ ലക്ഷണങ്ങളൊക്കെ കുട്ടി വീട്ടിൽ കാണിക്കാൻ സാധ്യതയുണ്ടല്ലോ. ഉദാഹരണത്തിന് ഈ 9 കാര്യങ്ങൾ പറഞ്ഞു, അതിലേതെങ്കിലും 1, 2, 3 എണ്ണം വളരെ അഗ്രസീവ് അല്ലാത്ത രീതിയിൽ തന്നെ പക്ഷേ ചെറിയ തോതിലൊക്കെ കുട്ടി അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നൊരവസ്ഥ വന്നാൽ മാതാപിതാക്കൾക്കൊരു ഏർലി ഇൻ്റർവെൻഷനുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ടോ? ഇതാണ് ആദ്യത്തെ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം അത് ഈ ആത്മഹത്യയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ളതാണ്. അതായത് ഒരു കുട്ടി ആത്മഹത്യ, ഈ ഡിപ്രഷൻ്റെയൊക്കെ ഒരു ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ ഇതൊരു ആത്മഹത്യയിലേക്ക് നയിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു.
ഞാനിങ്ങനെ ഒരു ആത്മഹത്യ മനസ്സോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കുട്ടി എവിടെയെങ്കിലും നമുക്ക് കാണിച്ചു തരുമോ? വല്ല ലക്ഷണങ്ങളുടെ രൂപത്തിലോ വല്ല പെരുമാറ്റത്തിൻ്റെ രൂപത്തിലോ കാണിച്ചു തരുമോ? രണ്ടും വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, നമ്മളീ പറഞ്ഞ 9 സംഗതികൾ, അതിൽ 5 എണ്ണം 2 ആഴ്ച തുടർച്ചയായി നീണ്ടു നിന്നാലേ അതിനെ ഒരു ഡിപ്രസീവ് ഡിസോർഡർ എന്ന് കരുതേണ്ടതുള്ളൂ. ബാക്കി ഇപ്പോൾ ഒരു ടീച്ചർ വഴക്ക് പറഞ്ഞു, ഒരു അടുത്ത കൂട്ടുകാരനുമായിട്ട് വഴക്കിട്ടു, ചെയ്യാത്ത കാര്യത്തിന് കൂട്ടുകാരെല്ലാം കൂടെ ഒറ്റപ്പെടുത്തി, ഇങ്ങനെയൊക്കെ സംഭവിക്കാം സ്കൂളിൽ. അപ്പോൾ അതിനെ തുടർന്ന് ചെറിയൊരു വിഷമമൊക്കെ വരാം. അതിനെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയാറുണ്ട്. ഇത് പൊരുത്തപ്പെടൽ പ്രശ്നം. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ കാണിക്കുമ്പോൾ തന്നെ 2 കാര്യങ്ങളാണ് നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. മാതാപിതാക്കൾ ഇടപെടണം. കാരണം ആ ഘട്ടത്തിൽ തന്നെ ഇടപെട്ടാൽ ഒരു ചികിത്സയിലേക്ക് പോകാതെ തന്നെ കുട്ടിയെ രക്ഷിക്കാൻ പറ്റും. ഓക്കെ. എങ്ങനെയാണ് ഇടപെടേണ്ടത്? മാതാപിതാക്കൾ ഇടപെടുന്ന രീതിയാണ് കൂടുതൽ പ്രധാനം. പലപ്പോഴും മാതാപിതാക്കൾ ഇടപെടുമ്പോൾ കൂട്ടുകാരനുമായിട്ട് വഴക്കിട്ടു എന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ട് വന്നിരുന്ന് പറയും, ഇത്രയേ ഉള്ളൂ, എൻ്റെ നേരം മെനക്കെടുത്താതെ ഞാൻ പോയി എൻ്റെ പണി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കുന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം. കുട്ടി നെഗ്ലക്റ്റഡ് ആയിട്ട് തോന്നും അല്ലേ? അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചോളം എനിക്ക് ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ റീഇൻഫോഴ്സ്ഡ് ആവുകയാണ്. അടുത്ത കൂട്ടുകാരൻ വഴക്കിട്ടിട്ട് പോയി. ആ വിഷമം വന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്, മാതാപിതാക്കളെ സംബന്ധിച്ചോളം അവർക്ക് EMI അടയ്ക്കണം, ബാക്കി 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് കുട്ടിക്ക് കൊടുക്കുന്ന സമയമാണ്, കുട്ടിക്ക് കൊടുക്കുന്ന ക്വാളിറ്റി ടൈമാണ്. വെറുതെ സമയം കൊടുത്താലും പോരാ. ദ ക്വാളിറ്റി ടൈം യു സ്പെൻഡ് വിത്ത് യുവർ ചൈൽഡ്, ദ ക്വാളിറ്റി ഓഫ് ദ ഇൻറ്ററാക്ഷൻ യു ഹാവ് വിത്ത് യുവർ ചൈൽഡ്. നിങ്ങളുടെ കുട്ടിയോടൊപ്പം നിങ്ങൾ ചെലവഴിക്കുന്ന സമയത്തിൻ്റെ ഗുണനിലവാരം, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ല നിങ്ങൾ വാങ്ങിയിടുന്ന വാഹനമോ ഫ്ലാറ്റോ വീടോ ഒന്നുമല്ല. കാരണം അതൊക്കെ നാളെയും ഈ കുട്ടി നല്ല വൈകാരിക സ്ഥിരതയുള്ളൊരു ഒരു വ്യക്തിയായിട്ട് വളർന്നു വന്നാൽ അവന് സമ്പാദിക്കാൻ പറ്റും. അത് നിങ്ങൾ സമ്പാദിച്ചു കൊടുക്കേണ്ടതില്ല. പക്ഷേ ഇത് ആ കുട്ടിയുടെ മനസ്സിനെ നിങ്ങൾ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അവൻ്റെ ജീവിതത്തിലുടനീളം, വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും അത് ദോഷകരമായിട്ട് ഭവിക്കാം. അപ്പോൾ അവിടെ നമ്മളൊരു നല്ല ഒരു ശ്രോതാവായിട്ടിരുന്ന് അല്പം സമയം സ്പെൻഡ് ചെയ്ത് കേൾക്കണം. കുട്ടി പറയുന്ന ഓരോ ലൈഫ് ഇവൻറ്റും കേൾക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ കുട്ടിയുടെ സകല പ്രശ്നങ്ങളും നമ്മളങ്ങ് പരിഹരിച്ചു കൊടുത്താൽ കുട്ടി ദുർബലനായി പോകില്ലേ? മാതാപിതാക്കളും ചോദിക്കാം, നിങ്ങൾ കുട്ടിയുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ടോർച്ചടിച്ച് കാണിച്ചു കൊടുത്താൽ മതി. ഇത് പരിഹരിക്കാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ നിനക്ക് ചെയ്യാം, ട്രൈ ഇറ്റ് യുവർ സെൽഫ് ആൻഡ് ടെൽ മീ ഹൗ ഇറ്റ് വർക്ക്സ്. ഇതാണ് നല്ലത്. നമ്മൾ പോയി ഈ കൂട്ടുകാരനെ വിളിച്ച് സംസാരിച്ച് എൻ്റെ മോൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ അവനോട് മിണ്ടണം എന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. രണ്ടാമത്തെ വാക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ടെൽ മീ ഹൗ ഇറ്റ് വർക്ക്സ്. സ്വന്തമായിട്ടിത് ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ഒന്ന് ശാക്തീകരിക്കുക, ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ജീവിതത്തിൽ പെർമനൻ്റ് എനിമീസ് എന്നൊരു സംഗതിയൊന്നുമില്ല, സ്ഥായിയായ ശത്രുക്കളൊന്നുമില്ല. ശത്രുത എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്ന, ആ സമയത്തെ നമ്മുടെ മാനസിക നിലയിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം വരുന്നതാണ് ഈ ശത്രുത എന്ന് പറയുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അത് മാറാം അല്ലേ? ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അന്ന് നമ്മൾ ശത്രുതയിലായ ആ സാഹചര്യം പോലും നിലനിൽക്കില്ല, നമ്മുടെ മാനസിക നിലയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്നതൊക്കെ നാളെ ഒരു സൗഹൃദമായിട്ട് മാറാൻ സാധ്യതയുള്ള എലിമെൻസ് ആണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അതിനെ ആ ഒരു ലാക്ക് ഓഫ് പെർമനൻസ് ഓഫ് എനിമിറ്റി, ശത്രുതയുടെ ഒരു സ്ഥായി അല്ലാത്ത സ്വഭാവത്തെക്കുറിച്ചൊന്ന് ബോധ്യപ്പെടുത്തി ചില സജഷൻസ് കൊടുക്കാം. നാളെ വീണ്ടും നമ്മൾ അവനോട് ഇടപെടുന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം. അപ്പോൾ നീ എന്നോട് മിണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഇങ്ങോട്ട് വലിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ആ കുട്ടിക്കൊരു ശല്യമായിട്ട് ഫീൽ ചെയ്യും. ഒന്നും സംഭവിക്കാത്ത പോലെ, ആസ് ഇഫ് നത്തിങ് ഹാപ്പൻഡ് യെസ്റ്റർഡേ, നമ്മൾ കളിക്കുമ്പോഴും മറ്റു കാര്യങ്ങളും ഒരു നോർമൽ ഇൻറ്ററാക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി റീബിൽഡ് ചെയ്യുക എന്നുള്ളതായിരിക്കാം കൂടുതൽ പ്രാക്ടിക്കൽ സ്ട്രാറ്റജി. അപ്പോൾ ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ കൊടുത്ത് അത് കുട്ടിയെ കൊണ്ട് തന്നെ ചെയ്യിച്ചിട്ട് ഫീഡ്ബാക്ക് ഡിസ്കസ് ചെയ്യാൻ ദിവസവും വീട്ടിൽ. അപ്പോൾ ഇന്ന് ഞാൻ പോയി അവൻ്റെ അടുത്ത് സംസാരിച്ചു, പഴയ വലിയ അടുപ്പമൊന്നുമില്ല, പക്ഷേ ഹി ടോക്ക് ടു മീ. ദാറ്റ്സ് എ ബേബി സ്റ്റെപ്പ്, ദാറ്റ്സ് എ പ്രോഗ്രസ്. അവൻ എന്തായാലും നിന്നോട് സംസാരിക്കാനുള്ള മനസ്സ്ഥിതി കാണിച്ചല്ലോ. യു ഹാവ് സക്സീഡഡ് അപ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഡോണ്ട് ബി ഡെസ്പറേറ്റ്. അപ്പോൾ നമ്മളൊരു സൗഹൃദത്തിൽ, അല്ല ഇപ്പം പ്രത്യേകിച്ച് ഈ കൗമാരത്തിലുള്ള സൗഹൃദങ്ങളുണ്ടാകാം. ഇപ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള സൗഹൃദം, അത് പ്രണയത്തിലേക്ക് എത്തിയിട്ടില്ല, പക്ഷെ നല്ലൊരു വൈകാരിക അടുപ്പമാണ്, എന്തും തുറന്നു പറയുന്ന ഒരു ഇതാണ്. അപ്പോൾ ചില സാഹചര്യങ്ങൾ മൂലം വിളിക്കുമ്പോഴത്തേക്ക് പെൺകുട്ടിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല,
ഇതിൻ്റെ പേരിൽ പറഞ്ഞ് നാളെ വഴക്കിടുകയാണ്, വഴക്കിട്ട് 2 വഴിക്ക് പോവുകയാണ്. ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ വളരെ കോമണുമാണ് അത്. അപ്പോൾ നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരുപക്ഷേ വി ഹാവ് ടു തിങ്ക് ഫ്രം ദ അതർ പേഴ്സൺസ് പോയിൻ്റ് ഓഫ് വ്യൂ. ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കണം. ഒരുപക്ഷേ വളരെ കൺസർവേറ്റീവായിട്ട് വീട്ടിൽ നിന്നായിരിക്കാം ആ പെൺകുട്ടി വരുന്നത്. അപ്പോൾ ഒരു ആൺകുട്ടി വിളിക്കുന്നു 10 മണിക്ക്. അത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അത് മാതാപിതാക്കളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയും അത് ആവശ്യമില്ലാത്തൊരു മാനസിക സമ്മർദ്ദം ആ കുട്ടിക്കുണ്ടാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിൽ ഹൗ ടു ഗിവ് സ്പേസ് ടു എ ഫ്രണ്ട് ഇൻ എ റിലേഷൻഷിപ്പ്, ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില ആർട്ടുകളാണ്. അങ്ങനെ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സുഹൃത്തിന് ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടില്ല ഈ ബന്ധത്തിൽ. അങ്ങനെ വരുമ്പോൾ അവർ തിരിച്ചു വരും. കുറച്ച് കഴിയുമ്പോൾ ഒരു വഴക്കിട്ട് കഴിഞ്ഞാൽ തന്നെ തിരിച്ചു വരും. പക്ഷേ ഇവനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇവനെന്നെ ശ്വാസം മുട്ടിച്ച് എൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി കളയുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചു വരാനായിട്ട് മടിച്ചെന്നിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തത് എല്ലാം ഹ്യൂമൻ ഇൻ്ററാക്ഷൻ്റെ കോമൺ സെൻസ് ലോജിക് അടിസ്ഥാനപ്പെടുത്തിയ കാര്യങ്ങളാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് കുട്ടികളെ ഒന്ന് ബോധ്യപ്പെടുത്തി അവൻ അതൊന്ന് പോയി പ്രയോഗിച്ച് അതെങ്ങനെ പറ്റുന്നു, അത് പറ്റുന്നില്ലെങ്കിൽ അടുത്ത സ്ട്രാറ്റജി എന്ത്, ഇങ്ങനെ ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഓപ്പൺ ചാനൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമായിട്ട് വരേണ്ടത്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഈ ആത്മഹത്യ, ഡിപ്രഷനിൽ നിന്ന് അവസാനം ആത്മഹത്യയിലേക്ക് എത്തുമ്പോൾ ഈ കുട്ടി എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മളോട് പറയുമോ, കാണിച്ചു തരുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൽ ഒരു മിക്കവാറും ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളൊക്കെ തന്നെ അതിന് തൊട്ട് മുൻപുള്ള 3 മാസം എന്തെങ്കിലും സൂചനകൾ തരാറുണ്ട്. പണ്ട് കാലത്തൊക്കെ ആയിരുന്നുവെങ്കിൽ ചില കത്തുകൾ എഴുതുക, ആത്മസുഹൃത്തുക്കൾക്ക് എഴുതുന്ന കത്തുകളിൽ ചില ജീവിതം മടുത്തു, ഒന്നും ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഇങ്ങനെ ചില വാചകങ്ങൾ. സെൻസിറ്റീവായ ഫ്രണ്ട്സ് അത് കത്ത് കിട്ടുന്ന ഉടനെ തന്നെ വിളിക്കും, വരും, ഇടപെടും, അങ്ങനെ ഒക്കെ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഈ കത്തെഴുതുന്ന സ്വഭാവമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഡിജിറ്റലാണ്. അപ്പോൾ കുട്ടികളുടെ ഡിജിറ്റൽ ബിഹേവിയർ മാതാപിതാക്കൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചാൽ അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ ചില സൂചനകൾ കിട്ടും. ഇപ്പോൾ തന്നെ ചില കുട്ടികളുടെ, എനിക്ക് തന്നെ അറിയാവുന്ന ചില കുട്ടികളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ട് അതിൽ പന്തികേട് തോന്നിയിട്ട് മാതാപിതാക്കളെ വിളിച്ച് എനിക്ക് അലേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇരുണ്ട ഒരു സാധനം ഇടുന്നു, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഡാർക്കായൊരു പടം ഇടും. അപ്പോൾ ഈ കുട്ടികളിൽ ഡാർക്ക് എന്ന് പറഞ്ഞൊരു വാക്ക് നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. സീൻ ഡാർക്കാണ് അവരുടെ ഇപ്പോഴത്തെ ലാംഗ്വേജിൻ്റെ ഒരു ഭാഗം. അപ്പോൾ അതൊരു മെറ്റഫറാണ്. ഇപ്പം ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു മെറ്റഫറായിട്ട് ചിലപ്പോൾ അവരുടെ ആ വാട്സാപ്പ് സ്റ്റാറ്റസിലെ സംഗതിയാണ്. അപ്പോൾ ചില വാചകങ്ങൾ വന്നിരിക്കാം. അപ്പോൾ ഇത്തരം വാചകങ്ങളൊക്കെ കാണുമ്പോൾ പൊതുവേ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ ഇവിടെ ഈ ആത്മഹത്യയുടെ കാര്യത്തിൽ അത് ശരിയല്ല. അപ്പോൾ ആത്മഹത്യാ പ്രവണതയുള്ളൊരു വ്യക്തി ഒരു ക്രൈ ഫോർ ഹെൽപ്പ്, ഒരു സഹായത്തിന് വേണ്ടിയിട്ടുള്ളൊരു കരച്ചിൽ പല രൂപത്തിലായിരിക്കും. അതൊരു പക്ഷേ ഒരു വാട്സാപ്പ് സ്റ്റാറ്റസിൻ്റെ രൂപത്തിലായിരിക്കും. ഏതെങ്കിലും ഒരുത്തൻ കണ്ടുവിട്ടിട്ട് എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, നേരിട്ട് ഒരു വ്യക്തിയെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാൻ ഒരു പക്ഷേ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അവഹേളിക്കപ്പെടുമോ, പരിഹസിക്കപ്പെടുമോ, സഹായം നിരസിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത കാരണം അത് ചെയ്യാതിരിക്കും. ഒരു പക്ഷേ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സംഗതികളിൽ ഇടുന്ന ചില പോസ്റ്റുകൾ, അങ്ങനെയുള്ള സംഗതികളിൽ നിന്ന് തന്നെ, ഇപ്പോൾ സ്നാപ്ചാറ്റിൽ ഏതെങ്കിലും സുഹൃത്തിന് അയച്ചൊരു മെസ്സേജ്, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ ചില സൂചനകൾ കിട്ടും. ഒരുപക്ഷെ സംസാരത്തിലത് വന്നെന്നിരിക്കാം. നേരിട്ടുള്ള സംസാരം തന്നെ ജീവിതം ശരിയാകുന്നില്ല, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ഇങ്ങനെയുള്ള ചില നിസാരപ്പെട്ട വാചകങ്ങളിൽ പോലും നമ്മൾ ചില ഇടപെടലുകൾ നടത്തണം. അവിടെയാണ് നമ്മൾ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ്, മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നത്. 5 സ്റ്റെപ്പുകളാണ്. ഒരു പ്രയാസം അനുഭവിക്കുന്നൊരു വ്യക്തിയെ കണ്ടാൽ ആദ്യം അങ്ങോട്ട് ചെന്ന് എന്താണ് അയാളുടെ പ്രയാസമെന്ന് അന്വേഷിക്കുക. 2, അയാൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം അവസാനം വരെ കേൾക്കുക. 3, അയാൾ തെറ്റായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പ്രയാസപ്പെടുന്നതെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കുക, ശരിയായ വിവരം പകർന്നു കൊടുക്കുക. ഇനി ഗൗരവ സ്വഭാവമുള്ള ജീവിത സാഹചര്യമാണ് ആ വിഷമത്തിൻ്റെ പുറകിലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെ പിന്തുണയ്ക്കാൻ തയ്യാറാണ്, ഒരു റീഅഷുറൻസ് കൊടുക്കുക. ഈ 3 സ്റ്റെപ്പുകൾ ചെയ്തിട്ട് പിന്നെയും ആ പ്രയാസം ഒട്ടും മാറാതെ നിൽക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, നേരത്തെ സൂചിപ്പിച്ച ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ട് കൃത്യമായ ചികിത്സയിലൂടെ, കൗൺസിലിങ്ങിലൂടെ അത് മാറ്റിയെടുക്കുക. 5-മത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, ഇങ്ങനെ സമ്മർദ്ദം അനുഭവിക്കുന്നൊരു കുട്ടി ഒറ്റപ്പെട്ടു പോകാതെ നോക്കണം. അവൻ്റെ മാതാപിതാക്കളും സുഹൃത്തുക്കളും എല്ലാവരും അവനോടൊപ്പം നിന്ന് അവനെ ആ പ്രതിസന്ധി മറികടക്കാൻ കഴിയുന്ന രീതിയിലേക്കൊന്ന് പിന്തുണയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ ആത്മഹത്യകളെ പ്രതിരോധിക്കാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. വളരെ പ്രസക്തമായ, വളരെ അത്യാവശ്യമുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് ഇന്ന്
ഇന്നത്തെ ഈ ഒരു ഗൈഡൻസ് നീണ്ടുപോയത്. എനിക്ക് തോന്നുന്നു ഇതിനൊരു 2-3 എപ്പിസോഡ്സും കൂടെ നമുക്ക് ആവശ്യമായിട്ട് വരുമെന്ന് തോന്നുന്നു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.